Dear students, welcome to another session. Model questions നോക്കാം. Module 4 എന്നൊരു question ആണ്. Essay type question. Question is, studies show that the capacity of an empty human stomach is 1.5 liters. That's on average. Give a greedy algorithm to output an efficient lunch menu, maximizing the total nutritional value. The available items along with their nutritional values are tabulated below. The items are cooked rice, sambar, potato curry, fish fry, buttermilk, and payasam. Corresponding quantity, nutritional value തന്നിട്ടുണ്ട്. Quantity in cupsലാണ് തന്നിരിക്കുന്നത്. Nutrition value in calories. ഒരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. You may assume that 1 cup is equivalent to 250 ml. This problem solving method is just like solving knapsack problem. So എന്താണ് knapsack problem? നമുക്ക് നോക്കാം. Solution to the knapsack problems using DD approach. ഒരു question നോക്കാം. Mr. Chotu has a bag with a capacity of 15 kg and he plans to fill it with objects to maximize his profit as he heads to the market for a sale. And he has the following items with their respective weights and profits. Question ഇതാണ്. ചോട്ടുവിനൊരു ബാഗുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 15 kg ആണ്. അവന് മാർക്കറ്റിൽ പോയി ഒബ്ജക്ട്സ് സെയിൽ ചെയ്യണം. അപ്പോൾ ഇത്രയും ഒബ്ജക്ട്സ് അവൈലബിൾ ആണ്. ചോട്ടുവിന് ഈ ലിസ്റ്റിൽ നിന്ന് ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യാം. പക്ഷെ അവൻ്റെ കയ്യിലുള്ള ബാഗിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 kg ആണ്. ബട്ട് അവൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ ഏതൊക്കെ ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യാം? ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് knapsack പ്രോബ്ലംസ്. നിങ്ങളുടെ വെയിറ്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം വെയിറ്റ് ഉള്ള ഒബ്ജക്ട്സ് ആദ്യം പിക്ക് ചെയ്യുക. മിനിമം വെയിറ്റ് ഉള്ള ഒബ്ജക്ട്സ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? മാക്സിമം ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. മിനിമം വെയിറ്റ് ഉള്ള ഒബ്ജക്ട്സ് നമുക്ക് പിക്ക് ചെയ്യാം. വെയിറ്റ് കെ ജിയിലാണ് തന്നിരിക്കുന്നതെന്ന് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ 1 kg വരുന്ന 2 ഒബ്ജക്ട്സ് ഉണ്ട്. ഒബ്ജക്റ്റ് ജി ആൻഡ് ഒബ്ജക്റ്റ് ഇ. ഇപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയായി? 2 ഒബ്ജക്ട്സും കൂടി 2 kg ആയി. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റ് 2 kg വരുന്ന ഒബ്ജക്റ്റ് എ പിക്ക് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ 4 kg ആയി. ദെൻ ഒബ്ജക്റ്റ് ബി സെലക്ട് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയായി? 7 kg ആയി. ദെൻ ഒബ്ജക്റ്റ് എഫ് സെലക്ട് ചെയ്യാം. 11 kg ആയി. റിമൈനിങ് 4 kg ആണ്. 4 kg കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം നെക്സ്റ്റ് ഒബ്ജക്റ്റ് അവൈലബിൾ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റ് സി ആണ്. ബട്ട് അവിടെ വെയിറ്റ് എത്രയാണ്? 5 kg ആണ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 + 5 16 kg ആവും. ഇപ്പോൾ ചോട്ടുവിൻ്റെ ബാഗിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 15 kg ഉള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റ് സി എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ഒബ്ജക്റ്റ് സി എന്ന് പറയുന്ന റൈസ് ആണ്. അപ്പോൾ റൈസ് ആണെന്നുണ്ടെങ്കിൽ അവൈലബിൾ 5 kg ഉണ്ട്. 4 kg വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ 4 kg എടുത്തു കഴിഞ്ഞാൽ 15 kg ആവും. ടോട്ടൽ 15 kg. ഒബ്ജക്റ്റ് സിയുടെ ഫ്രാക്ഷൻ എടുത്തു, 4 kg എടുത്തു. അപ്പോൾ അത്തരത്തിലാണ് സൊല്യൂഷൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഫ്രാക്ഷണൽ ടൈപ്പ് ആണ്. അത്തരത്തിലുള്ള knapsack പ്രോബ്ലം ആണ് ഫ്രാക്ഷണൽ knapsack പ്രോബ്ലം. അപ്പോൾ ഐറ്റംസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫ്രാക്ഷൻസ്. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒബ്ജക്ട്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ്. ഫോർ എക്സാമ്പിൾ സ്പെസിഫിക് ടൂൾസ് ഇൻ എ ടൂൾ ബോക്സ്. ഓരോ ഒബ്ജക്ട്സും പർട്ടിക്കുലർ ടൂളാണ്. അപ്പോൾ ആ ടൂളിനെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള knapsack പ്രോബ്ലം ആണ് 0 or 1 knapsack problem. The items cannot be divided. You either take the whole item or leave it. ഒന്നുകിൽ ആ ഒരു ഒബ്ജക്റ്റ് എടുക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ 2 types knapsack problems ഉണ്ട്. 0 or 1 knapsack problem. Another one fractional knapsack problem. നമ്മുടെ പ്രോബ്ലം ഫ്രാക്ഷണൽ ടൈപ്പ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? മാക്സിമൈസ് പ്രോഫിറ്റ് ബൈ ഒപ്റ്റിമൈസിങ് ദ സെലക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അതായത് ഇവിടെ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, വെയിറ്റ് ആൻഡ് കറസ്പോണ്ടിങ് പ്രോഫിറ്റ്. നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഗ്രീഡി ആൽഗോരിതം ആണ്. ഇഫ് യു ആർ ഗ്രീഡി അബൌട്ട് വെയിറ്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യും? മിനിമം വെയിറ്റ് ഉള്ള ഒബ്ജക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യും. ഇഫ് യു ആർ ഗ്രീഡി അബൌട്ട് പ്രോഫിറ്റ്, ഹൗ വിൽ യു സെലക്ട്? പ്രോഫിറ്റ് കൂടിയ ഒബ്ജക്ട് സെലക്ട് ചെയ്യും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടിയ ഒബ്ജക്റ്റ് ഏതാണ്? എഫ്, ഫോളോഡ് ബൈ സി, എ ആൻഡ് സോ ഓൺ.
ബട്ട് ഇത് ഒപ്റ്റിമൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ടേക്ക് പ്രോഫിറ്റ് ടു വെയിറ്റ് റേഷ്യോ. പ്രോഫിറ്റും കൺസിഡർ ചെയ്യണം, വെയിറ്റും കൺസിഡർ ചെയ്യണം. സോ യു നീഡ് ടു ടേക്ക് പ്രോഫിറ്റ് ടു വെയിറ്റ് റേഷ്യോ. ദാറ്റ്സ് എ ഒപ്റ്റിമൈസ് സ്റ്റേറ്റ്. എൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് യു നീഡ് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ടു വെയിറ്റ് റേഷ്യോ ഫോർ ഈച്ച് ഓബ്ജക്റ്റ്. പ്രോഫിറ്റ് ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കറസ്പോണ്ടിങ് വെയിറ്റ്. ദെൻ അതിനെ സോർട്ട് ചെയ്യുക. സോർട്ട് ഓബ്ജക്ട്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് പ്രോഫിറ്റ് ടു വെയിറ്റ് റേഷ്യോ. ദെൻ ഓബ്ജക്ട് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യണം. ഇറ്ററേറ്റീവ്ലി ആഡ് ഓബ്ജക്ട്സ് ടു ദ knapsack. അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. എന്ത് കണ്ടീഷനാണ് ചെക്ക് ചെയ്യാനുള്ളത്? ഇഫ് ദ ഒബ്ജക്ട് ക്യാൻ ഫിറ്റ് എൻറ്റയർലി ഇൻ ദ knapsack, ടേക്ക് ഇറ്റ്. ഇഫ് ദ ഒബ്ജക്ട് കനോട്ട് ഫിറ്റ് എൻറ്റയർലി, ടേക്ക് ദ ഫ്രാക്ഷണൽ പാർട്ട്. അത് ഫോളോ ചെയ്യുക. ദെൻ സ്റ്റോപ്പ് വെൻ ദ knapsack ഈസ് ഫുൾ. ഇനി അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ആ ഒരു ടേബിൾ ശ്രദ്ധിക്കുക. ഓബ്ജക്റ്റ്, കറസ്പോണ്ടിങ് പ്രോഫിറ്റ്, വെയിറ്റ്, ആൻഡ് ഐ എം കാൽക്കുലേറ്റിംഗ് ദ പ്രോഫിറ്റ് ടു വെയിറ്റ് റേഷ്യോ. ഓരോ ഒബ്ജക്റ്റിൻ്റെയും പ്രോഫിറ്റ് ടു വെയിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. ഞാനത് അവിടെ സോർട്ട് ചെയ്തിട്ടില്ല. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സോർട്ടിങ് ഇൻ ഡിസെൻഡിങ് ഓർഡർ based on profit to weight ratio. Now you can select the objects and execution steps നോക്കാം. So start with the highest P to W ratio. Step 1, take object 5. Maximum profit വരുന്ന object select ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ളത് 1 kg ആണ്. ഹോൾ 1 kg നമുക്ക് എടുക്കാം. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോഫിറ്റ് എന്താണ്? 6. ഇപ്പോൾ 1 kg എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് കപ്പാസിറ്റി 15 മൈനസ് 1, 14 kg. അവിടെ വന്ന പ്രോഫിറ്റ് എന്താണ്? 6. ദെൻ സ്റ്റെപ്പ് 2, ടേക്ക് ദ നെക്സ്റ്റ് ഓബ്ജക്റ്റ്. ഇപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ തന്നെ നമുക്ക് എടുക്കാം. പ്രോഫിറ്റ് ടു വെയിറ്റ് റേഷ്യോ ഡിസെൻഡിങ് ഓർഡറിൽ എടുക്കാം. ടേക്ക് ഓബ്ജക്റ്റ് 1. അവിടെ 2 kg എടുക്കാം. ഇപ്പോൾ 2 kg എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് പ്രോഫിറ്റ് എന്താണ്? 10. അവിടെ റിമൈനിങ് കപ്പാസിറ്റി 2 kg എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് കപ്പാസിറ്റി നേരത്തെ ഉണ്ടായിരുന്ന 14 ആയിരുന്നു. അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് 14 ആയിരുന്നു. 14 മൈനസ് ഇപ്പോൾ എടുത്ത 2 kg, 14 മൈനസ് 2, 12. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 6 പ്ലസ് 10, 16. നെക്സ്റ്റ് ടേക്ക് ഓബ്ജക്റ്റ് 6. ഓബ്ജക്റ്റ് 6 4 kg അവൈലബിൾ ആണ്. 4 kg നമുക്ക് എടുക്കാം. 4 kg എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് പ്രോഫിറ്റ് 18. Remaining capacity 12 minus 4, which is 8. Total profit 16 plus 18, 34. Next, take object 3. Remaining capacity 8 minus 5, which is 3. And total profit is 34 plus 15, 49. Next, take object 7. അവിടെയും പ്രോഫിറ്റ് 3 തന്നെയാണ്. 1 kg ആണ് വരുന്നത്. So remaining capacity 3 minus 1, which is 2 kg, and total profit 49 plus 3, 52. The remaining capacity 2 ആണ്. ഇനി അടുത്ത ഒബ്ജക്റ്റ് ഏതാണ്? ഓബ്ജക്റ്റ് 2. ബട്ട് ഓബ്ജക്റ്റ് 2 അവൈലബിൾ വെയിറ്റ് എന്താണ്? 3. അപ്പോൾ ഹോൾ 3 നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. റിമൈനിങ് കപ്പാസിറ്റി എത്രയേ ഉള്ളൂ? റിമൈനിങ് കപ്പാസിറ്റി ഈസ് 2. സോ ടേക്ക് ഫ്രാക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് 2. സോ ഒബ്ജക്റ്റ് 2 നിന്ന് 2 kg മാത്രം നമുക്ക് എടുക്കാം. ടേക്ക് ദ ഫ്രാക്ഷൻ. സോ റിമൈനിങ് കപ്പാസിറ്റി 2 മൈനസ് 2, വിച്ച് ഈസ് 0. അപ്പോൾ എല്ലാം ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 52 പ്ലസ് 2 ഇൻറ്റു 1.67. ഒരു ഫ്രാക്ഷനെ എടുക്കുന്നുള്ളൂ. അപ്പോൾ 2/3 ഓഫ് പ്രോഫിറ്റ് 5 ഓർ 2 ഇൻറ്റു 1.67. ടോട്ടൽ പ്രോഫിറ്റ് ഈസ് 55.34. ഇതാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് മോഡൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് തനിയെ സോൾവ് ചെയ്ത് നോക്കാം. അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം ന്യൂട്രീഷണൽ വാല്യൂ പെർ വോളിയം. ആ ഒരു റേഷ്യോ ബേസിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക. ന്യൂട്രീഷണൽ വാല്യൂ പെർ ml അത് കാൽക്കുലേറ്റ് ചെയ്ത് സോർട്ട് ചെയ്യുക. ദെൻ ഓരോ ഐറ്റവും സെലക്ട് ചെയ്യുക. മാക്സിമം കപ്പാസിറ്റി എത്രയാണ്? 1500 ml ഓർ 1.5 ലിറ്റേഴ്സ്. ഓരോ ഐറ്റം ആഡ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ 2 കാര്യങ്ങൾ നോട്ട് ചെയ്യണം. കൺസ്യൂംഡ് വോളിയം ആൻഡ് കറസ്പോണ്ടിങ് ന്യൂട്രീഷണൽ വാല്യൂ ആഡഡ്. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്തൊക്കെയായിരിക്കണം? സെലക്റ്റഡ് മെനു,
കറസ്പോണ്ടിങ് ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് ടോട്ടൽ വോളിയം യൂസ്ഡ്. എൻ്റെ ആൽഗോരിതം എഴുതുക, എൻ്റെ എക്സിക്യൂഷൻ മെത്തേഡ് എഴുതുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അത് ഞാൻ നോട്ട്സിൽ കൊടുക്കുന്നില്ല, നിങ്ങളത് തനിയെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം, ഞാൻ ക്ലിയർ ചെയ്യാം.